നമസ്കാരം, ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിലൂടെ നിങ്ങളുടെ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയുടെ എനർജി, അത്തരം വ്യക്തികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കണം. മറ്റു കാര്യങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിച്ചുകൊണ്ട് തന്നെ ഭഗവാന്റെ നാമങ്ങൾ അഥവാ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയുടെ നാമങ്ങൾ കമന്റായി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ശത്രുസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിൽ നിൽക്കുന്ന വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവരുടെ എനർജിക്ക് കോട്ടം അല്ലെങ്കിൽ അവരുടെ ശക്തിക്ക് ഒരു ക്ഷയം സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ശക്തി ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ചില മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ കടന്ന് വരേണ്ടത് അനിവാര്യം തന്നെയാണ്. വളരെ നല്ല മാറ്റങ്ങൾ ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് കടന്ന് വരുന്നു എന്നത് വാസ്തവമാണ്. അത് ആ വ്യക്തികളുടെ എനർജിയിൽ, ശക്തിയിൽ ഒരു മാറ്റം സംഭവിക്കുന്നതിനാൽ കൂടി സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അവരുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ മറ്റുള്ളവരെ ഭരിക്കുന്ന അല്ലെങ്കിൽ അടക്കി ഭരിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നതാണ് വാസ്തവം. എല്ലാം ഇവരുടെ നിയന്ത്രണത്തിൽ വരണം എന്നൊരു ആഗ്രഹം അല്ലെങ്കിൽ അത്തരത്തിൽ ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തികൾ തന്നെയായിരുന്നു ഇവർ. എന്നാൽ അവരുടെ ആ ആത്മവിശ്വാസത്തിന്, അവരുടെ ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുകയാണ് എങ്കിൽ അത്തരം കാര്യങ്ങളിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ അവരിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. വളരെയധികം മാറ്റങ്ങൾ അവരിൽ പ്രകടമാകുന്നു. അവരുടെ ശക്തി കുറയുന്നു എന്നത് അവർക്കും ബോധ്യപ്പെട്ട സാഹചര്യമാണ് ഉള്ളത്. കൂടാതെ ഈ സമയം അവരിൽ ഉണ്ടാകുന്ന പല കാര്യങ്ങളും ചിന്തകളും അത് തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങളും ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ്. ഇപ്പോൾ പല കാര്യങ്ങളും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. നിങ്ങളെയും അവർക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്തതായ ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പലപ്പോഴും പല രീതിയിലും ഒരു തോന്നൽ അവരിൽ നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ആത്മവിശ്വാസക്കുറവ് അവരെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും സംശയം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സമയം പല കാര്യങ്ങളിലും ആശയക്കുഴപ്പങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന സാഹചര്യം അവർക്കുണ്ട്. അവർക്ക് പലപ്പോഴും നിങ്ങൾ ചിന്തിക്കുന്നതായ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് പല കാര്യങ്ങളും അറിയുവാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എങ്കിൽ പോലും അതിന് സാധിക്കാത്തതായ ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള വഴി? എന്താണ് നിങ്ങളുടെ ചിന്തകളിൽ വരുന്നത്? ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങളിൽ അവർ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ജീവിതത്തിൽ സമാധാനം നഷ്ടമാകുന്നതിന്, മനസമാധാനം നഷ്ടപ്പെടുകയും അസ്വസ്ഥത വർദ്ധിക്കുന്നതിനും കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു സമാധാനവുമില്ലാത്ത ഒരു സാഹചര്യം അവർക്കുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ഈ വ്യക്തിയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പലപ്പോഴും അവർ ചിന്തിച്ചിരുന്നതായ കാര്യം, എല്ലാവരെക്കാളും, അതായത് നിങ്ങളെക്കാളും മറ്റു വ്യക്തികളെക്കാളും മുകളിലാണ് ഇവർ എന്നൊരു ചിന്ത അവർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ അത്തരം ചിന്തകൾക്ക് ഒരു കോട്ടം സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. ഈ സമയം വളരെയധികം മാറ്റങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പല കാര്യങ്ങളിലും ഒരു ആശങ്ക ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം തിരിച്ചടികൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നൊരു ആശങ്ക അവരിൽ നിഴലിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ശക്തമായി നിലനിൽക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ അവർക്ക് ഇപ്പോൾ വളരെയധികം ഭയം നിലനിൽക്കുന്നു. ശക്തമായി നിലനിൽക്കുന്നു എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട്. എങ്കിലും കർമ്മയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉൾഭയം തോന്നി തുടങ്ങിയിരിക്കുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ വ്യക്തി ഇത്രയും നാൾ പല കാര്യങ്ങളും മനസ്സിലാക്കിയിരുന്നില്ല എന്നത് വാസ്തവമായ കാര്യം തന്നെയാണ്. എന്നാൽ ഈ സമയം ഇവർ പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളെക്കുറിച്ചും ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഇവരിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളും ഇവർ പ്രവർത്തിച്ചിരുന്നത് തെറ്റായി പോയിരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും അവർക്ക് ചില കാര്യങ്ങൾ ഉള്ളു തുറന്ന് സമ്മതിക്കേണ്ടതായ സാഹചര്യങ്ങൾ ഉണ്ട് എന്നതാണ്. പല കാര്യങ്ങളിലും അവർക്ക് ചില കാര്യങ്ങൾ സമ്മതിക്കുവാനോ അല്ലെങ്കിൽ കുറ്റബോധം അവരെ വളരെയധികം വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഇവർക്ക് ഭയം തോന്നി തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ശത്രുവായി തന്നെ ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ആ വ്യക്തികൾക്ക് തീർച്ചയായും നിങ്ങളുടെ അടുത്തേക്ക് എത്തുവാൻ സാധിക്കുന്നില്ല. കാരണം അകലം നിങ്ങൾ പാലിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നത് വാസ്തവമാണ്. കൂടാതെ ഇവരുടെ ചില പെരുമാറ്റങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിച്ചിരിക്കുന്ന സാഹചര്യവുമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമാകുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങളോട് ഒരു മോശം സമീപനം ഇവർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ആ സമീപനത്തിൽ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആ വ്യക്തിയിൽ ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്കും ഗുണകരമായി ഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ വളരെ ശക്തരായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം ജീവിതത്തിൽ ഉണ്ട് എന്നതാണ് വാസ്തവം. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പലവിധ ചിന്തകൾ കടന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കുവാൻ സാധിക്കുന്നില്ല എന്നത് വാസ്തവമായ കാര്യമാണ്. പല കാര്യങ്ങളിലും നിങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ കൃത്യമായ മനസ്സിലാക്കുവാൻ സാധിക്കാത്തതും നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കാതെ ഉയർച്ച നേടുന്നതായ സാഹചര്യവും അവർക്ക് വളരെ വിഷമങ്ങൾ നൽകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങളുടെ എനർജി കുറയ്ക്കുവാനുള്ള ശ്രമങ്ങൾ അവർക്ക് നടത്തുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പണ്ട് നിരുത്സാഹപ്പെടുത്തുന്ന സാഹചര്യമുണ്ട് എങ്കിൽ ഇപ്പോൾ അതിനും സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. ഈ സമയം ഭഗവാൻ തന്നെ നിങ്ങളോട് പറയുന്നതായ കാര്യം, ജീവിതത്തിൽ നിങ്ങൾക്ക് ശാന്തിയും അതേപോലെ തന്നെ സമാധാനവും അപ്രതീക്ഷിതമായി കാര്യങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നെഗറ്റീവായ ഊർജം ബാധിച്ചിരുന്നു എന്നത് വാസ്തവമാണ്. ആ നെഗറ്റീവായ ഊർജം ഇവരുമായി ബന്ധപ്പെട്ടും സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും മനസ്സിന് ഭാരം ഉണ്ടായിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ഭാരം നിങ്ങളുടെ ജീവിതത്തിൽ
പലപ്പോഴും വർദ്ധിക്കുന്നതിന് ഇവരും ഒരു കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ആത്മവിശ്വാസം അല്പം വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകാവുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പല സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുകയും നന്മ മനസ്സിലാക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു സംരക്ഷണം അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായും സമാധാനം നിങ്ങളിലേക്ക് കടന്നു വരികയും ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. ധാരാളം അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. പല അവസരങ്ങളും കൃത്യമായി പ്രയോജനപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല കാര്യങ്ങൾ കൊണ്ടും തടസ്സപ്പെട്ടിരുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനാവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ഒഴിവാക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അനാവശ്യമായ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാനും കാര്യങ്ങളിൽ കൃത്യത പുലർത്തുവാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില അനാവശ്യമായ ബന്ധങ്ങൾ അത് നിങ്ങൾക്ക് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ പിന്തുണ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് തന്നെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയും ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ശരിയായ ബന്ധങ്ങൾ തിരഞ്ഞെടുക്കുവാനും അല്ലെങ്കിൽ തെറ്റായ വ്യക്തികളെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ശരിയായ രീതിയിലുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, പല വ്യക്തികളും നിങ്ങളെ മനസ്സിലാക്കാതിരുന്നിരുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് സുരക്ഷയും സംരക്ഷണവും നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി പ്രദാനം ചെയ്യും. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് ചുറ്റിലും അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ കുടികൊള്ളുന്നു എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കുവാൻ സാധിക്കും. തീർച്ചയായും പല കാര്യങ്ങളിലും പിടിച്ചു നിർത്തില്ല, അതായത് തെറ്റായ കാര്യങ്ങളാണ് എങ്കിൽ അത് ഒഴിവായി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും ഉറച്ച ഒരു തീരുമാനം എടുക്കുവാൻ, ഉറച്ച തീരുമാനങ്ങൾ കൈക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ പെട്ടെന്നെടുത്ത തീരുമാനങ്ങൾ നിങ്ങൾക്ക് ദോഷകരമായി ഭവിച്ചു എന്ന് വരാം. മറിച്ച് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. ഈ സമയം പക്വതയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ആ പക്വത നിങ്ങൾ കൈവരിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. തീർച്ചയായും നിങ്ങളെ സമാധാനത്തിലേക്കും അതേപോലെ തന്നെ സുരക്ഷയിലേക്കും നയിക്കുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും പോസിറ്റീവായി തന്നെ നിങ്ങൾ ഇരിക്കേണ്ടത് അനിവാര്യമാണ്. പോസിറ്റീവായ ഊർജം അനിവാര്യമായ സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്ന കാര്യം മനസ്സിലാക്കുക. നെഗറ്റീവായ ചിന്തകൾ മനസ്സിലുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ നെഗറ്റീവായ ചിന്തകൾ പൂർണ്ണമായും ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതാണ്. ശുഭപ്രതീക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ശുഭപ്രതീക്ഷകളോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതും അനിവാര്യം തന്നെയാകുന്നു. ഏത് ശക്തിയെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ആ ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസങ്ങളിൽ, നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉറച്ചു നിൽക്കുവാൻ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പോസിറ്റീവായി തന്നെ പല മാറ്റങ്ങളും ജീവിതത്തിൽ പ്രകടമാകും എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകേണ്ടതായി വരാം. ഈ സമയം നിങ്ങളുടെ വിശ്വാസങ്ങൾ അത് കൃത്യതയോടെ
നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. അതായത് വിശ്വാസം ഈ സമയം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് പുലർത്തുവാൻ സാധിക്കും. അതായത് ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസിക്കണം എന്നൊരു ബോധ്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. സഹായവും അനുഗ്രഹവും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നതും വാസ്തവം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചു പോരുന്ന ആ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാവുന്ന ഒരു എനർജി ഇവിടെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നെഗറ്റീവായ എനർജിയുടെ പിടിയിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് ഒരു മാറ്റം പ്രകടമാകുന്ന സാഹചര്യമാണ് ജീവിതത്തിലുള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഓർമ്മകൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്റ്റുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ, അത്തരം കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. പല കാര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആശങ്കകൾ, ഭയം എന്നിവ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ട ചില വിഷമതകൾ അത് ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. എന്ത് ചെയ്യണം എന്ന ചിന്ത ഈ സമയം നിങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പുതിയ തീരുമാനങ്ങൾ നിങ്ങൾക്ക് എടുക്കുവാൻ സാധിക്കും. ഈ സമയം പുതിയ വഴികൾ നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളുടെ മാനസിക നിലയിൽ ഒരു മാറ്റം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ഒരു മാറ്റം സംഭവിക്കും എന്നതും വാസ്തവമാണ്. നെഗറ്റീവായ എനർജിയിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ ഓർമ്മകൾ പൂർണ്ണമായും ഒഴിവാക്കി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ചില മാറ്റങ്ങൾ ജീവിതത്തിൽ പ്രകടമാകും. ഈ സമയം പോസിറ്റീവായ മാറ്റങ്ങൾ കടന്നു വരുന്ന സമയമാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ചില വിഷമതകൾ അത് കൃത്യമായ ധാരണയോടെ മറികടക്കുമ്പോൾ ചില വ്യക്തികൾ തടസ്സമായി നിന്നു എന്ന് വരാം. അത്തരം കാര്യങ്ങളിൽ ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ സ്വപ്നമായി നിലനിന്നിരുന്ന പല കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന പ്രാവർത്തികമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആഴത്തിൽ ചിന്തിക്കുകയും വലിയ തിരിച്ചറിവുകൾ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്ന് ചേരുന്നതുമാണ്. ശരി തെറ്റുകൾ മനസ്സിലാക്കി വിലയിരുത്തി മാറ്റങ്ങൾ ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങൾക്ക് ഈശ്വരന്റെ ആ വിളി ലഭിച്ചിരിക്കുന്ന സമയമാണ്. കൃത്യതയോടെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് നീങ്ങണം.